കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. പൊറത്തിശ്ശേരി കല്ലട വേലയാഘോഷത്തിനിടെ ആനയിടഞ്ഞു. പടിഞ്ഞാട്ടുമുറി ദേശത്തിന്റെ ആയേൽ ഗൗരി നന്ദനാണ് ഇടഞ്ഞത്. ഇടഞ്ഞ ആന പിങ്ക് പോലീസിന്റെ കാർ തകർത്തു. തൃശൂർ കുറ്റിപ്പുറം KSTP റോഡ് നിർമ്മാണ പ്രവർത്തികളുടെ പുരോഗതി ജില്ലാ കളക്ടർ വിലയിരുത്തി. ഫെബ്രുവരി 20-നകം നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് KSTP. അരിമ്പൂരിൽ 16-കാരനെ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 4 പേരെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. നാലാംകല്ല് സ്വദേശികളായ ശ്രീഷ്ണവ്, രാജേഷ്, വെളുത്തൂർ സ്വദേശി സ്മിജിൻ, അരിമ്പൂർ സ്വദേശി ശ്രീഹരി എന്നിവരാണ് അറസ്റ്റിലായത്. ഗുരുവായൂർ ദേവസ്വം കീഴടമായ നാരായണംകുളങ്ങര ഭഗവതി ക്ഷേത്രോഫീസിന് സമീപം തീപിടുത്തം. ഓഫീസ് മുറിയുടെ ജനലുകൾ കത്തി നശിച്ചു. അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ടുകൾ സംയുക്ത പരിശോധനയിൽ പിടിയിലായി. എറണാകുളം മുനമ്പം സ്വദേശികളുടെ ബോട്ടുകളാണ് പിടിച്ചെടുത്തത്. മണത്തല ചന്ദനക്കുടം നേർച്ചയ്ക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി. 2 ദിവസങ്ങളിലായി 19ഓളം കാഴ്ചകൾ പള്ളി അങ്കണത്തിൽ എത്തും. വാർത്തകൾ വിശദമായി. പൊറത്തിശ്ശേരി കല്ലട വേലയാഘോഷത്തിനിടെ ആനയിടഞ്ഞു. പടിഞ്ഞാട്ടുമുറി ദേശത്തിന്റെ ആയേൽ ഗൗരി നന്ദനാണ് ഇടഞ്ഞത്. കാലത്ത് ശീവേലി എഴുന്നള്ളിപ്പിന് ശേഷമാണ് സംഭവം. പൊറത്തിശ്ശേരി കണ്ടാരന്തറ മൈതാനത്ത് വെച്ചാണ് ആന ഇടഞ്ഞത്. മൈതാനത്ത് പാർക്ക് ചെയ്തിരുന്ന പിങ്ക് പോലീസിന്റെ കാർ ആന തകർത്തു. ആന ഓടിവരുന്നത് കണ്ട് കാറിലുണ്ടായിരുന്ന പോലീസുകാർ ഓടി രക്ഷപ്പെട്ടു. ഇടഞ്ഞോടിയ ആനയെ എലിഫന്റ് സ്ക്വാഡും പാപ്പാന്മാരും ചേർന്ന് അരമണിക്കൂറിനുള്ളിൽ തളച്ചു. ആനയെ പിന്നീട് പ്രദേശത്തുനിന്ന് കൊണ്ടുപോയി. തൃശൂർ കുറ്റിപ്പുറം KSTP റോഡ് നിർമ്മാണ പ്രവർത്തികളുടെ പുരോഗതി ജില്ലാ കളക്ടർ വിലയിരുത്തി. ഫെബ്രുവരി 20-നകം റോഡിന്റെ എല്ലാ നിർമ്മാണ പ്രവർത്തികളും പൂർണ്ണമായും പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് KSTP ഉദ്യോഗസ്ഥർ അറിയിച്ചു. നിലവിൽ DBM നിർമ്മാണവും PQC നിർമ്മാണവും കലുങ്കുകളുടെ നിർമ്മാണവും ചെറുപാലങ്ങളുടെ നിർമ്മാണവും 100% പൂർത്തീകരിച്ചതായി KSTP ഉദ്യോഗസ്ഥർ അറിയിച്ചു. നിർമ്മാണ പ്രവർത്തികൾ എത്രയും വേഗം പൂർത്തിയാക്കുന്നതിനുള്ള നടപടികൾ KSTP ഉറപ്പാക്കണമെന്ന് കളക്ടർ നിർദ്ദേശിച്ചു. അരിമ്പൂരിൽ ഉത്സവപ്പറമ്പിൽ നൃത്തത്തിനിടെ 16-കാരൻ കാലിൽ ചവിട്ടിയതിൽ ക്രൂരമർദ്ദനം. സംഭവവുമായി ബന്ധപ്പെട്ട് 4 യുവാക്കളെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. നാലാംകല്ല് സ്വദേശികളായ ചേന്നകുളം വീട്ടിൽ ശ്രീഷ്ണവ്, കണ്ണോളി വീട്ടിൽ രാജേഷ്, വെളുത്തൂർ സ്വദേശി നങ്ങേലി വീട്ടിൽ സ്മിജിൻ, അരിമ്പൂർ സ്വദേശി മാങ്ങാട്ട് വീട്ടിൽ ശ്രീഹരി എന്നിവരാണ് അറസ്റ്റിലായത്. ഈ മാസം 6-ന് അരിമ്പൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ കാവടി മഹോത്സവത്തിനിടെ ഡാൻസ് കളിക്കുന്നതിനിടയിൽ കുട്ടിയുടെ ദേഹത്തേക്ക് വീണ പ്രതികളെ തള്ളിമാറ്റിയതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം. പ്രതികൾ അരിമ്പൂർ ഓളന്തലിപ്പാറ കുളത്തിനരികിൽ വെച്ച് കുട്ടിയെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങൾ വഴി വ്യാപകമായി പ്രചരിച്ചിരുന്നു. അറസ്റ്റിലായ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഗുരുവായൂർ ദേവസ്വം കീഴടമായ നാരായണംകുളങ്ങര ഭഗവതി ക്ഷേത്രോഫീസിന് സമീപം തീപിടുത്തം. ഓഫീസ് മുറിയുടെ 3 ജനൽ കത്തിനശിച്ചു. മകരപ്പത്ത് മഹോത്സവം കഴിഞ്ഞ് ക്ഷേത്രനട അടച്ചിരിക്കുകയാണ്. ഓഫീസിന് സമീപത്തു നിന്നാണ് തീ ഉയർന്നത്. ക്ഷേത്രത്തിന് പുറത്തെ കുഴിയിൽ മാലിന്യം കത്തിച്ചിരുന്നു. ഇതിൽ നിന്ന് ക്ഷേത്രാങ്കണത്തിൽ ഉണക്കാനിട്ടിരുന്ന ചകിരിയിലേക്ക് തീ പടരുകയായിരുന്നു. ഓഫീസ് മുറിയിലേക്ക് തീ പടരും മുമ്പ് ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ടുകൾ സംയുക്ത പരിശോധനയിൽ പിടിയിലായി. ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് കോസ്റ്റൽ പോലീസ് സംഘം നടത്തിയ പട്രോളിംഗിലാണ് അഴീക്കോട് ലൈറ്റ് ഹൌസിന് പടിഞ്ഞാറ് ഭാഗത്തും ചേറ്റുവ അഴിമുഖത്തിന് തെക്കുഭാഗത്തും അനധികൃതമായി രാത്രികാല കരവലി നടത്തിയ 4 ബോട്ടുകൾ പിടികൂടിയത്. എറണാകുളം മുനമ്പം സ്വദേശികളുടെ ഉടമസ്ഥതയിലുള്ള സമൃദ്ധി, ഓറിയോൺ, എയ്ഗർ, കരുണ എന്നീ ബോട്ടുകളാണ് പിടിച്ചെടുത്തത്. ബോട്ടിലുണ്ടായിരുന്ന മത്സ്യം ലേലം ചെയ്ത് ലഭിച്ച 1,71,200 രൂപ സർക്കാരിലേക്ക് കണ്ടുകെട്ടുകയും 4 ബോട്ടുകൾക്ക് 2.5 ലക്ഷം രൂപ വീതം 10 ലക്ഷം രൂപ പിഴ ഈടാക്കുകയും ചെയ്തു. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ KP ഗ്രേസിയുടെയും
അഴീക്കോട് കോസ്റ്റൽ പോലീസ് ഇൻസ്പെക്ടർ സി രമേശിന്റെയും നേതൃത്വത്തിലാണ് പ്രത്യേക രാത്രികാല കോംബിംഗ് ഓപ്പറേഷൻ നടത്തിയത്. ചരിത്രപ്രസിദ്ധമായ മണത്തല ചന്ദനകുടം നേർച്ചയ്ക്ക് ബുധനാഴ്ച തുടക്കമാവും. ബുധനാഴ്ച രാവിലെ ചാവക്കാട് ടൗണിൽ നിന്ന് ആരംഭിക്കുന്ന പ്രാജ്യോതിയുടെ ആദ്യ കാഴ്ച പള്ളിയങ്കണത്തിൽ എത്തിച്ചേരുന്നതോടെ കാഴ്ചകൾക്ക് ആരംഭം കുറിക്കും. തുടർന്ന് 2 ദിവസങ്ങളിലായി ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 19ഓളം കാഴ്ചകൾ വിവിധ സമയങ്ങളിലായി എത്തിച്ചേരും. നേർച്ചയുടെ പ്രധാന ദിവസമായ വ്യാഴാഴ്ച രാവിലെ താബൂത്ത് കാഴ്ച പള്ളിയങ്കണത്തിൽ എത്തിച്ചേരും. തുടർന്ന് പുത്തൻകടപ്പുറം, ചാവക്കാട്, ബ്ലാങ്ങാട് ബീച്ച് എന്നിവിടങ്ങളിൽ നിന്ന് കാഴ്ചകൾ പള്ളിയങ്കണത്തിൽ എത്തിച്ചേർന്ന് കൊടിയുയർത്തും. വൈകിട്ട് നാട്ടുകാഴ്ചയും ഉണ്ടാകും. വിവിധ ക്ലബ്ബുകൾ, സംഘടനകൾ എന്നിവരുടെ ആഭിമുഖ്യത്തിൽ കാഴ്ചകൾ പള്ളിയങ്കണത്തിലെത്തും. ബുധനാഴ്ച ബ്ലാങ്ങാട് നിന്ന് വോൾഗ, ബ്ലാങ്ങാട് വൈലിയിൽ നിന്ന് ഓഫ് റോഡ്, അയിനപ്പുള്ളിയിൽ നിന്ന് പവർ ഫെസ്റ്റ്, ബസ് സ്റ്റാൻഡിൽ നിന്ന് ചങ്ക്സ് എന്നീ കാഴ്ചകൾ നടക്കും. നേർച്ചയുടെ ഭാഗമായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി പ്രസിഡന്റ് PK ഇസ്മായിൽ പറഞ്ഞു. നേർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. പോലീസ്, ആരോഗ്യ വിഭാഗം, നഗരസഭ തുടങ്ങി എല്ലാ സർക്കാർ സംവിധാനങ്ങളെയും സജ്ജമാക്കിയിട്ടുണ്ട്. നേർച്ചയുടെ ഭാഗമായി പള്ളിയിൽ മൗലൂദ് പാരായണം നടന്നു. ഖത്തീബ് ഖമറുദ്ദീൻ ബാദുഷ തങ്ങൾ, മുദരിസ് ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ഹൈത്തമി, പ്രസിഡന്റ് PK ഇസ്മായിൽ, സെക്രട്ടറി KV ഷാനവാസ്, ട്രഷറർ PV ഇസഹാക്ക് ഹൈദ്രോസ്, സക്കീർ ഹുസൈൻ, നിഷാദ്, VB അഷ്റഫ്, മുഹമ്മദ് അഷ്റഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. TCV ചാവക്കാട്. മണത്തല ചന്ദനകുടം നേർച്ചയുടെ വിളംബരം അറിയിച്ച് തുടർച്ചയായ 58ാം വർഷവും കണ്ണമ്പ്ര KS മുഹമ്മദ് ഹുസൈൻ ഉസ്താദിന്റെ ബദ്രിയ മുട്ടുമിളി സംഘം മണത്തലയുടെ മണ്ണിലെത്തി. നേർച്ചയുടെ പ്രധാന ആഘോഷ ദിനമായ വ്യാഴാഴ്ച വരെ നാട്ടുകാരെ വിളിച്ചുണർത്താൻ ഉസ്താദും സംഘവും മുട്ടും വിളിയുമായി ഉണ്ടാകും. 16-ാം വയസ്സിൽ തുടങ്ങിയ ഹുസൈൻ ഉസ്താദിന്റെ മുട്ടും വിളി കേൾക്കാത്തവർ ചുരുക്കമായിരിക്കും. ഇസ്ലാമിക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട 2 യുദ്ധങ്ങളായ ബദറിലെയും ഉഹദിലെയും പോരാളികളെ പ്രകീർത്തിക്കുന്നതുൾപ്പെടെയുള്ള മാപ്പിളപ്പാട്ടുകളുടെ ഇണങ്ങളുമായാണ് ഉസ്താദും സംഘവും നാടും നഗരവും ചുറ്റുന്നത്. ചാവക്കാട് മേഖലയിലെ വിവിധ ഭാഗങ്ങളിലെ എല്ലാ വീടുകളിലും സംഘം മുട്ടും വിളിയുമായി എത്തിത്തുടങ്ങി. ഓരോ വീട്ടുകാരും സംഘത്തെ ആവേശത്തോടെയാണ് സ്വീകരിക്കുന്നത്. വളരെ സന്തോഷത്തോടെയാണ് വീട്ടുകാർ തങ്ങളുടെ സംഘത്തിന് സൽക്കാരം നൽകുന്നതെന്ന് ഉസ്താദ് മുഹമ്മദ് ഹുസൈൻ പറഞ്ഞു. ഉസ്താദ് മുഹമ്മദ് ഹുസൈൻ ഷഹനായിലൂടെ മാപ്പിളപ്പാട്ടിന്റെ ഇശലുകൾ വായിക്കുമ്പോൾ ആസ്വാദകർ വളരെ ആവേശത്തോടെയാണ് സ്വീകരിക്കുന്നത്. നേർച്ചയുടെ പ്രധാന കാഴ്ചയായ താബൂത്ത് കാഴ്ചയിലെ നിറസാന്നിധ്യമാണ് മുട്ടും വിളി. TCV ചാവക്കാട്. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകൾ തുടരുന്നു. കേബിൾ TV ഓപ്പറേറ്റർ എന്നതിനപ്പുറത്തേക്ക് മൾട്ടി സർവീസ് പ്രൊവൈഡറായി നമ്മൾ മാറേണ്ടതുണ്ടെന്നും ടെക്നോളജി മാറിവരുമ്പോൾ നമുക്കതിനോട് പുറംതിരിഞ്ഞു നിൽക്കാനാവില്ലെന്നും COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും സിഡ്കോ പ്രസിഡന്റുമായ K. വിജയകൃഷ്ണൻ പറഞ്ഞു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് ചേർപ്പ് മേഖലാ സമ്മേളനം ആനക്കല്ലിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൻകിട കോർപ്പറേറ്റ് കമ്പനികളോട് മത്സരിച്ചും വലിയ പ്രതിസന്ധികളെ അതിജീവിച്ചുമാണ്
കേബിൾ TV മേഖല മുന്നേറുന്നത്. കോർപ്പറേറ്റുകൾ ഈ മേഖലയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സൗജന്യം കൊടുത്തുകൊണ്ട് ആളുകളെ പിടിക്കുന്ന രീതിയാണ് കോർപ്പറേറ്റുകൾ അവലംബിക്കുന്നത്. അൺഹെൽത്തി കോമ്പറ്റീഷൻ നിലനിൽക്കുന്ന ഈ മേഖലയിൽ അവരോട് മത്സരിക്കാൻ അതേ നാണയത്തിൽ നാമും പ്രവർത്തിക്കേണ്ടി വരുന്നുവെന്നും വിജയ് കൃഷ്ണൻ പറഞ്ഞു. ആനക്കല്ല് അവണിശ്ശേരി സൊസൈറ്റി ഹാളിൽ നടന്ന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച COA ചേർപ്പ് മേഖലാ പ്രസിഡന്റ് AG സുബ്രഹ്മണ്യൻ സമ്മേളനത്തിന് തുടക്കം കുറിച്ച് പതാക ഉയർത്തി. COA ചേർപ്പ് മേഖലാ സെക്രട്ടറി PV ജോഷി മേഖലാ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ KG സുധീർ സാമ്പത്തിക റിപ്പോർട്ടും MJ ആന്റണി ഓഡിറ്റ് റിപ്പോർട്ടും COA ജില്ലാ സെക്രട്ടറി ജില്ലാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. എക്സിക്യൂട്ടീവ് അംഗം KG രാധാകൃഷ്ണൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി K ബിജുകുമാർ, COA ജില്ലാ ട്രഷറർ ജോസ്, KCCL ഡയറക്ടർ VP ബിജു, COA ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും ചേർപ്പ് മേഖല ഇൻചാർജുമായ മോഹനകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ ക്ലസ്റ്ററിന്റെ നിർണായകമായ സമയങ്ങളാണ്. എന്തുകൊണ്ടാണ് അടുത്ത കൺവെൻഷൻ സമയമാകുമ്പോഴേക്കും നമ്മൾ മുഴുവനായിട്ടും ക്ലസ്റ്ററായിട്ട് മാറിക്കഴിയണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിലേക്ക് വേണ്ടിയുള്ള എല്ലാവരും നടത്തുന്ന പ്രവർത്തനങ്ങളും ഈ കഴിയുന്നത്ര വേഗത്തിലുണ്ടാകണം. ഇന്ത്യയിലെ ഈ പ്രധാനപ്പെട്ട ചാനൽ, അതായത് ഏതാണ്ട് 800ഓളം ചാനലുകളുണ്ടെന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. ഈ 800ഓളം ചാനലുകളിൽ 65% ചാനലുകളുടെയും ഉടമസ്ഥാവകാശം ഇന്ന് ജിയോയിൽ നിക്ഷിപ്തമായിരുന്നു. അപ്പം ചാനലുകളിൽ ഡിജിറ്റൽ കേബിൾ TV സർവീസിൽ ബ്രോഡ്ബാൻഡ് സർവീസ് പ്രത്യേകിച്ച് അവരുടെ ടെലികോം വികസനം ചർച്ച ചെയ്യാതെ മതത്തിലൂന്നിയുള്ള 3 മുന്നണികളുടെയും രാഷ്ട്രീയം നാടിന് ആപത്താണെന്ന് ആം ആദ്മി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ പറഞ്ഞു. ആം ആദ്മി ജില്ലാ നേതൃയോഗം ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ക്ഷേമ രാഷ്ട്രീയത്തിന് പ്രസക്തി വർദ്ധിക്കുകയാണ്. ഡയലോഗ് അടിക്കാനും ചർച്ചകളിൽ സജീവമാകാനും ആർക്കും കഴിയും. താഴെത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനാണ് ബുദ്ധിമുട്ട്. ഡൽഹിയിലെയും പഞ്ചാബിലെയും വികസനം പറഞ്ഞ് കേരളത്തിൽ വോട്ട് ലഭിക്കുന്ന കാലം കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഷാജു കാവുങ്കൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ഡോക്ടർ CS ഉണ്ണികൃഷ്ണൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി പോളി ഫ്രാൻസിസ്, ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് സതീഷ് വിജയൻ, സിന്ധു സന്തോഷ്, ജിതിൻ സദാനന്ദൻ, റാണി ആൻഡോ തുടങ്ങിയവർ സംസാരിച്ചു. ആശയങ്ങൾ വളരെ വ്യക്തമായി പറയണം. അവ അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാൻ ഒരാളാണ് സാഹചര്യം. പക്ഷെ അതിപ്പോ ഇവിടെ പോയി നമുക്കറിയാം. അതിനപ്പുറം പറയാൻ ഞാൻ നിങ്ങളെ അക്കൗണ്ടിൽ സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം മന്ത്രി രാജിവെക്കുക, മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിവിധ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് താലൂക്ക് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. KPCC സെക്രട്ടറി CC ശ്രീകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു. KK ബാബു, CA സെബാസ്റ്റ്യൻ, AM അലാവുദ്ദീൻ, MV ഹൈദരലി, CM നൌഷാദ്, KV ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ഇരിങ്ങാലക്കുടയിൽ ധർണ നടത്തി. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ധർണ KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. KPCC ജനറൽ സെക്രട്ടറി സോണിയ ഗിരി അധ്യക്ഷയായിരുന്നു. DCC സെക്രട്ടറിമാരായ ആന്റോ പെരുമ്പള്ളി, സതീഷ് വിമലൻ, ഇരിങ്ങാലക്കുട നഗരസഭ വൈസ് ചെയർമാൻ ചിന്താ ധർമ്മരാജൻ, കാട്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷാൻഡോ കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇതുപോലെ മാർച്ചുകളും പ്രതിഷേധ പ്രകടനങ്ങളും മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ഭരിച്ചത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. 10 വർഷം കാലം കേരളത്തെ കൊള്ളയടിച്ച മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണം ഒരാൾക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലേക്ക് കേരളത്തെ മാറ്റിയെടുത്തവർ. മാള അരവിന്ദൻ അന്തരിച്ച് 11 വർഷം കഴിയുമ്പോഴും ഉചിതമായ സ്മാരകം പ്രഖ്യാപനത്തിലൊതുങ്ങി. സ്മാരകത്തിനായ സ്ഥലം ചൂണ്ടിക്കാട്ടിയാണ് ഇത്തവണ മാള അരവിന്ദൻ ഫൗണ്ടേഷൻ സെക്രട്ടറി ഷാൻഡി ജോസഫ് പഞ്ചായത്തിന് കത്ത് നൽകിയിട്ടുള്ളത്. പഞ്ചായത്ത് കാര്യാലയത്തിനോട് ചേർന്നുള്ള ചെറുകിട ജലസേചന വകുപ്പിന്റെ സ്ഥലത്ത് സ്മാരകം നിർമ്മാണത്തിനായി അനുമതി തേടണമെന്നാണ് ഫൗണ്ടേഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ 5.5 സെന്റ് സ്ഥലമാണ് ചെറുകിട ജലസേചന വകുപ്പിനുള്ളത്. മാളച്ചാലിനോട് ചേർന്ന് പമ്പ് ഹൌസ് നിർമ്മാണത്തിനായി 1994 ഡോക്ടർ രാജു ഡേവിസ് പെരേപ്പാടനാണ് 5.5 സെന്റ് സ്ഥലം സൗജന്യമായി വിട്ടുകൊടുത്തത്. 30 വർഷമായിട്ടും ഈ സ്ഥലം ഉപയോഗിക്കാതെ കിടക്കുന്നതിനാൽ മാള അരവിന്ദൻ സ്മാരകം നിർമ്മാണത്തിനായി
മാള പഞ്ചായത്തിന് അനുമതി നൽകാവുന്നതാണെന്ന് കാണിച്ച് ഡോക്ടർ രാജു ഡേവിസ് പെരേപ്പാടൻ ചെറുകിട ജലസേചന വകുപ്പിന് കത്ത് നൽകി. മാപ്രാണം കുഴിക്കാട്ടുകോണത്ത് ഹോണടിച്ചതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ യുവാവിനെ കല്ലുകൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ച പ്രതിയെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരിങ്ങാലക്കുട സ്വദേശി പരിയാടത്ത് വീട്ടിൽ സുനിലാണ് അറസ്റ്റിലായത്. ഗുരുവായൂർ കോട്ടപ്പടി തൊഴിയൂർ മേഖലകളിൽ കഴിഞ്ഞ ദിവസം വീടുകളും കടകളും കുത്തിത്തുറന്ന് മോഷണം നടത്തിയ കേസിൽ അറസ്റ്റിലായ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കൊട്ടാരക്കര മേലില ഷെഫീഖ് മൻസിലിൽ സതീഷ് എന്ന റഫീഖുമായാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. തൊഴിയൂരിൽ 7 കടകളിലും കോട്ടപ്പടിയിൽ 3 വീടുകളിലുമാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി മോഷണം നടന്നത്. വിവിധ ജില്ലകളിലായി 100ഓളം മോഷണ കേസുകളിലെ പ്രതിയാണ് സതീഷ്. ജയിലിൽ കഴിയുന്നതിനിടെ പരിചയത്തിലായ ചാവക്കാട് തിരുവത്ര കണ്ണാച്ചി അനിൽ, കോട്ടപ്പടി പുന്നത്തൂർ റോഡ് പൂത്തിയിൽ ശ്രീകുട്ടൻ എന്നിവരുടെ സഹായത്തോടെയാണ് ഇയാൾ മോഷണം നടത്തിയത്. ഇവർ ആളില്ലാത്ത വീടുകൾ കണ്ടെത്തി സതീഷിനെ വിവരം അറിയിക്കും. സതീഷ് എത്തി മോഷണം നടത്തി 1 പങ്ക് ഇവർക്ക് നൽകുകയാണ് പതിവെന്ന് പോലീസ് പറഞ്ഞു. മോഷണശേഷം ആഹാരം പാചകം ചെയ്ത് കഴിക്കുകയും പരിസരത്തെ CCTVയുടെ DVR കണ്ടെടുത്ത് നശിപ്പിക്കുന്നതും ഇയാളുടെ പതിവാണ്. കോട്ടപ്പടി തൊഴിയൂർ മേഖലകളിൽ നിന്നുള്ള DVRകൾ തൊഴിയൂരിലെ മദ്രസയുടെ കിണറ്റിലാണ് ഉപേക്ഷിച്ചത്. ഫയർഫോഴ്സിന്റെ സഹായത്തോടെ പോലീസ് കിണറ്റിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. സ്കൂബ ടീമിന്റെ സഹായത്തോടെ പോലീസ് ബുധനാഴ്ച വീണ്ടും പരിശോധന നടത്തും. സംഗീത സംവിധായകൻ പരമൻ അന്നമനടയുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ സർഗപ്രതിഭാ പുരസ്കാരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഏറ്റുവാങ്ങി. ബെന്നി ബെഹനാൻ MP പുരസ്കാര വിതരണം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത സജീവൻ അധ്യക്ഷയായി. ജൂറി ചെയർമാൻ സംഗീത സംവിധായകൻ വിദ്യാധരൻ, കവി ഡോക്ടർ C രാവുണ്ണി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PD ജോസ്, അഡ്വക്കേറ്റ് VV ജയരാമൻ, സംഗീത സംവിധായകൻ അന്നമനട ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. ഓട്ടോറിക്ഷയിൽ ഇന്നോവ കാർ നിയന്ത്രണം വിട്ട് ഇടിച്ച് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. മുല്ലശ്ശേരി പാടൂർ റോഡിൽ വാണിവിലാസം സ്കൂളിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ വിദ്യാർത്ഥികളെ പാവറട്ടി സാന്റ് ജോസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകട വിവരമറിഞ്ഞ് പാവറട്ടി പോലീസും മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റും സ്ഥലത്തെത്തിയിരുന്നു. കാർ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇടവേള. കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം, ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം, ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ശാസ്ത്രാവബോധ സമിതിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ അനുസ്മരണം സംഘടിപ്പിച്ചു. പരിസ്ഥിതി ശാസ്ത്രജ്ഞനും മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി അംഗവുമായ ഡോക്ടർ VS വിജയൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ശാസ്ത്രാവബോധ സമിതി ചെയർമാൻ ഡോക്ടർ KK അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ MP പരമേശ്വരൻ എഴുതിയ മാധവ് ഗാഡ്ഗിലിന്റെ പരിസ്ഥിതി ചിന്തകൾ എന്ന പുസ്തകം ഡോക്ടർ ശിനിഷയ്ക്ക് നൽകി ഡോക്ടർ VS വിജയൻ പ്രകാശനം ചെയ്തു. പ്രൊഫസർ C വിമല, ഡോക്ടർ MP പരമേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു. തലയിൽ പ്ലാസ്റ്റിക് ജാർ കുടുങ്ങി വെള്ളം പോലും കുടിക്കാൻ കഴിയാത്ത തെരുവ് നായയെ രക്ഷിക്കാനാകാതെ റെസ്ക്യൂ പ്രവർത്തകർ. പാവറട്ടി പുതുമനശ്ശേരി പ്രദേശത്താണ് തലയിൽ പ്ലാസ്റ്റിക് ജാർ കുടുങ്ങിയ തെരുവ് നായ അലയുന്നത്. വെള്ളമോ ആഹാരമോ കഴിക്കാനാകാതെ ദിവസങ്ങളായി നായ ദുരിതത്തിലാണ്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പഞ്ചായത്തിൽ നിന്ന് റെസ്ക്യൂ ടീമിനെ അയച്ചെങ്കിലും നായയെ പിടികൂടാൻ കഴിഞ്ഞില്ല. റെസ്ക്യൂ അംഗങ്ങൾ അടുത്തു ചെല്ലുമ്പോൾ നായ ഭയന്ന് ഓടിപ്പോകുന്നതാണ്
രക്ഷാപ്രവർത്തനം ശ്രമകരമാക്കുന്നത്. സർദാർ ഗോപാലകൃഷ്ണൻ 76ാമത് രക്തസാക്ഷി ദിനം സിപിഐയും സിപിഎമ്മും സംയുക്തമായി ആചരിച്ചു. ശ്രീനാരായണപുരം മാർക്കറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം സിപിഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. CN സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. LDF ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖരൻ, CPM ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി, CPI മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ്, KK അബീദ് അലി തുടങ്ങിയവർ സംസാരിച്ചു. സംഗീതവും സാഹിത്യവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന തൃശൂർ സർഗസ്വരത്തിന്റെ ആഭിമുഖ്യത്തിൽ ജോയ് ചെറുമേലിന്റെ യൂറോപ്യൻ യാത്രാ അനുഭവങ്ങളും മനോഹാരിതയും വർണ്ണിക്കുന്ന യാത്രാ വിവരണ പുസ്തകം മഞ്ഞ് മൂടുന്ന മണ്ണിലൂടെ ഫാദർ ഡോക്ടർ ബാബു പാണാട്ടുപറമ്പിൽ എഴുത്തുകാരി ലിസി ജോയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു. തൃശൂർ പ്രസ് ക്ലബ്ബ് MR നായർ ഹാളിൽ നടന്ന ചടങ്ങിൽ സർഗസ്വരം പ്രസിഡന്റ് കാവിൽ രാജ് അധ്യക്ഷത വഹിച്ചു. കവയത്രി ശ്രീദേവി അമ്പലപുരം പുസ്തക അവലോകനം നടത്തി. പ്രദേശവാസികളുടെ ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ അന്തിക്കാട് പുത്തൻകോവിലകം കടവ് റോഡ് സഞ്ചാരയോഗ്യമാക്കി നാടിന് സമർപ്പിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ അധ്യക്ഷനായി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KB ജ്യോതിലക്ഷ്മി, ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ സലിജ സന്തോഷ്, സംഗീത ഷിബു, സിനി ജോജു, റോഡ് ആക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. വർക്ക് കരാർ ഏറ്റെടുത്ത് സമയബന്ധിതമായി പൂർത്തീകരിച്ച സ്മിത യതീന്ദ്രദാസിനെ MLA ആദരിച്ചു. MLAയുടെ അഭ്യർത്ഥന പ്രകാരം മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതി പ്രകാരം അനുവദിച്ച 25 ലക്ഷം രൂപ ചിലവഴിച്ചാണ് കാലങ്ങളായി തകർന്ന് വെള്ളക്കെട്ടിൽ അമർന്നു കിടന്നിരുന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കിയത്. ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ റോഡിന്റെയും പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ. മൂന്നുമുറി സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ 50 തിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് ഫാദർ ജസ്ലിൻ തെറ്റയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഡോക്ടർ ജിനോ ജോണി മാളക്കാരൻ സന്ദേശം നൽകി. വികാരി ഫാദർ തോമസ് വെളക്കനാടൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ ജെയ്സൺ ചൊവ്വലൂർ, കൈക്കാരന്മാർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. എടത്തിരുത്തിയിൽ സർദാർ ഗോപാലകൃഷ്ണന്റെ 76ാം രക്തസാക്ഷിത്വ വാർഷികം ആചരിച്ചു. CPM CPI എന്നീ ഇരു പാർട്ടികളുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് സർദാർ ദിനം ആചരിച്ചത്. എടമുട്ടത്തു നിന്ന് നൂറുകണക്കിന് പേർ അണിനിരുന്ന പ്രകടനം പുലിച്ചോട് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ PK ഷാജു അധ്യക്ഷനായി. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK വത്സരാജ്, ET ടൈസൺ MLA, CPM ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള മദ്രസകളിൽ ഈ വർഷത്തെ പൊതുപരീക്ഷയ്ക്ക് കേന്ദ്രീകൃത മൂല്യനിർണ്ണയത്തോടെ സമാപനമായി. 5, 7, 10 +2 ക്ലാസുകളിലാണ് പൊതുപരീക്ഷ നടന്നത്. ദേശമംഗലം, മുള്ളൂർക്കര, ഓട്ടുപാറ എന്നീ റേഞ്ചുകൾ ഉൾക്കൊള്ളുന്ന മുള്ളൂർക്കര ഡിവിഷനിലെ 77 മദ്രസകളിൽ നിന്ന് 1981 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. 71 സെന്ററുകളിൽ നടന്ന പരീക്ഷയ്ക്ക് നിയോഗിച്ച 88 സൂപ്പർവൈസർമാരും ഡിവിഷൻ കേന്ദ്രമായ മുള്ളൂർക്കര നുസ്രത്തുൽ ഇസ്ലാം മദ്രസയിൽ നടന്ന കേന്ദ്രീകൃത മൂല്യനിർണ്ണയത്തിൽ പങ്കെടുത്തു. മുള്ളൂർക്കര ഡിവിഷൻ സൂപ്രണ്ട് PC ഇബ്രത്ത് ഖാൻ ഭാഗവി ലക്ഷദ്വീപ് നേതൃത്വം നൽകി. തിരുവില്ലാമല വില്ലേജ് ഓഫീസിൽ ഫയലുകൾക്കിടയിൽ പാമ്പിനെ കണ്ടത് പരിഭ്രാന്തി പരത്തി. ചേരപ്പാമ്പായിരുന്നു ഫയലുകൾക്കുള്ളിൽ ഇരപിടിച്ചു കിടന്നത്. മായന്നൂർ ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം സ്നേക് റെസ്ക്യൂവർ KK രമേശ്, ബീറ്റ് അസിസ്റ്റന്റുമാരായ നിക്സൺ, മണികൃഷ്ണൻകുട്ടി എന്നിവർ ചേർന്ന് പാമ്പിനെ പിടികൂടി സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിലേക്ക് വിട്ടയച്ചു. അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ലാത്ത പൊട്ടിപ്പൊളിഞ്ഞ വില്ലേജ് ഓഫീസിൽ എലികളും മരപ്പട്ടികളും മറ്റ് ക്ഷുദ്രജീവികളും പതിവാണ്. സംസ്ഥാനതല സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ഇരിങ്ങാലക്കുട സെന്റ് മേരീസ് സ്കൂളിൽ ഈ മാസം 31 നടക്കുമെന്ന് ഭാരവാഹികൾ ഇരിങ്ങാലക്കുടയിൽ അറിയിച്ചു. 50 സ്കൂളുകളിൽ നിന്നുള്ള 200ഓളം കുട്ടികൾ മത്സരത്തിൽ മാറ്റുരയ്ക്കും. ആൺപെൺ വിഭാഗങ്ങളിലായി 56 കാറ്റഗറികളിലായി മത്സരം നടക്കുക. ഡോക്ടർ ഫാദർ ലാസർ കുറ്റിക്കാടൻ, ഹെഡ്മിസ്ട്രസ് റീജ ജോസ്, കത്തീഡ്രൽ ട്രസ്റ്റി തോമസ് തൊകലത്ത്, സ്വാഗത സംഘം ചെയർമാൻ ടെൽസൺ കോട്ടോളി, അധ്യാപകരായ ജേക്കബ് ആലപ്പാട്ട്,
ഡേവിസ് ചെറിയത്ത്, PTA പ്രസിഡന്റ് അജോ ജോൺ, സ്വാഗത സംഘം വൈസ് ചെയർമാൻ ഷാജു പാറേക്കാടൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കലാമണ്ഡലം കേശവ ഗീതാനന്ദൻ അനുസ്മരണവും അവാർഡ് ദാനവും ബുധനാഴ്ച വൈകിട്ട് നടക്കും. അനുസ്മരണ സമ്മേളനം കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കേരള കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ അധ്യക്ഷത വഹിക്കും. കലാമണ്ഡലം മോഹനകൃഷ്ണൻ അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തും. കലാമണ്ഡലം ശോഭ ഗീതാനന്ദൻ, കലാമണ്ഡലം ഷർമിള, കലാമണ്ഡലം ജ്യോതി, കലാമണ്ഡലം ശ്രീജ, കലാമണ്ഡലം നന്ദകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തലോർ കുനിശ്ശേരി റോഡിന്റെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് BT വിജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് KA സുരേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീല ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു സുബ്രഹ്മണ്യൻ, പഞ്ചായത്ത് അംഗങ്ങളായ സജിത സുനിൽ, MV ഉദയൻ, VS സുജിത്, നിഷ വേണു തുടങ്ങിയവർ സംസാരിച്ചു. തളിക്കുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷവും രക്ഷാകർതൃദിനവും എൻഡോമെന്റ് വിതരണവും നടന്നു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PI സജിത ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് MS സജീഷ് അധ്യക്ഷത വഹിച്ചു. അധ്യാപകരായ KP സുസ്മിത, I പ്രസീത, KJ പ്രേംകുമാർ എന്നിവർക്ക് യാത്രയയപ്പ് നടന്നു. തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ അജയ് കൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി എന്നിവർ സംസാരിച്ചു. ഗാന്ധിനഗർ ഏകലവ്യ കലാകായിക സമിതിയും സിറ്റിസൺ ഇന്ത്യ ഫോറവും സംയുക്തമായി കൊടകരയിൽ വയോജനക്ഷേമ വർഷ പ്രഖ്യാപനവും വയോജനങ്ങൾക്ക് ആയുഷ്മാൻ വന്ദവയോജന കാർഡ് വിതരണവും നടത്തി. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. സിറ്റിസൺ ഇന്ത്യ ഫോറം രക്ഷാധികാരി PJ ആന്റണി അധ്യക്ഷത വഹിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി, സിറ്റിസൺ ഇന്ത്യ ഫോറം കൺവീനർ Y ഔസേപ്പച്ചൻ, ഏകലവ്യ കലാകായിക സമിതി സെക്രട്ടറി TG അജോ, സിറ്റിസൺ ഇന്ത്യ ഫോറം ഭാരവാഹി PG മോഹനൻ, KL ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ മെട്രോ ലിങ്ക്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പുതുവത്സരാഘോഷവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. പുതുതായി നിർമ്മിക്കുന്ന നീന്തൽക്കുളത്തിന്റെ തറക്കല്ലിടലും നാരീദീപം പദ്ധതിയുടെ ഉദ്ഘാടനവും ചെയർപേഴ്സൺ നിർവഹിച്ചു. ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് KR ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നടൻ ശിവജി ഗുരുവായൂർ മുഖ്യാതിഥിയായിരുന്നു. നഗരസഭാ കൌൺസിലർമാരായി തിരഞ്ഞെടുക്കപ്പെട്ട ക്ലബ്ബ് അംഗങ്ങളായ ആന്റോ തോമസ്, KV ശശി, ജോയ് ചെറിയാൻ എന്നിവരെ ആദരിച്ചു. സെക്രട്ടറി ഗിരീഷ് C ഗീവർ, ട്രഷറർ ജോബി വാഴപ്പിള്ളി, വാർഡ് കൌൺസിലർ എറിൻ ആന്റണി, സ്ഥാപക പ്രസിഡന്റ് ജോർജ് തരകൻ, ചാരിറ്റി കൺവീനർ ബാബു M വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. കളിക്കുന്നതിനിടയിൽ 5 വയസ്സുകാരിയുടെ വിരലുകൾ ഇഡലിപ്പാത്രത്തിന്റെ തട്ടിലെ ദ്വാരത്തിൽ കുടുങ്ങിയത് അഗ്നിരക്ഷാസേന നീക്കം ചെയ്തു. കോട്ടമുറി സ്വദേശിയായ കുട്ടിയുടെ കൈവിരലാണ് പാത്രത്തിൽ കുടുങ്ങിയത്. 2 വിരലുകളിൽ മുറിവ് സംഭവിച്ച് നീര് വെച്ചതോടെ രക്ഷിതാക്കളാണ് കുട്ടിയെ മാള ബിലീവേഴ്സ് ആശുപത്രിയിൽ എത്തിച്ചത്. തുടർന്നാണ് അഗ്നിരക്ഷാസേനയെ അറിയിച്ചത്. അഗ്നിരക്ഷാസേനയെത്തി കട്ടർ ഉപയോഗിച്ച് പാത്രം മുറിച്ചാണ് വിരലുകൾ വേർപെടുത്തിയത്. അഗ്നിരക്ഷാസേന സീനിയർ ഓഫീസർ ഡിക്സൺ മാത്യുവിന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പാവറട്ടി വെൺമനാട് തത്തക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം വർണ്ണാഭമായി. പൂരമെഴുന്നള്ളിപ്പിന് കൊമ്പൻ പാറമേക്കാവ് അയ്യപ്പൻ ഭഗവതിയുടെ തിടമ്പേറ്റി. ചുരക്കാട്ടുകര ശ്രീജിത്ത് നമ്പീശൻ, സുരേന്ദ്രൻ എളവള്ളി എന്നിവരുടെ നേതൃത്വത്തിലുള്ള മേളം എഴുന്നള്ളിപ്പിന് അകമ്പടിയായി. ബുധനാഴ്ച കാർത്തിക നാളിൽ വിവിധ ദേശങ്ങളിൽ നിന്ന് കരിങ്കാളിക്കൂട്ടങ്ങളും പ്രാചീന കലാരൂപങ്ങളുമായി വേലവരവും ഉണ്ടാകും. പറപ്പൂക്കര തൊട്ടിപ്പാൾ മാടപ്പുറം പാടശേഖരത്തിൽ തീപിടുത്തം. 18 ഏക്കറിലേറെ പാടത്തെ പുല്ലിനാണ് തീ പടർന്നത്. പാടശേഖരത്തിന്റെ ഓരത്തുള്ള ടൈൽ കമ്പനിയുടെ കോമ്പൗണ്ടിലേക്കാണ് തീ പടർന്നതെങ്കിലും ഫയർഫോഴ്സ് തീ കെടുത്തി. സമീപത്തുള്ള 15ഓളം വീടുകളിലേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമമാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തിയത്. ഫയർഫോഴ്സിന്റെ വാഹനത്തിന് തീപിടുത്തത്തിനടുത്തേക്ക് എത്താൻ കഴിയാത്തതും പ്രതിസന്ധി സൃഷ്ടിച്ചു. ഇന്നത്തെ സ്വർണ്ണ നിരക്ക്.
TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM Golden Diamonds, Manufacturers and Wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,845 രൂപ, പവന് 1,18,760 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM Golden Diamonds, Manufacturers and Wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Golden Diamonds, MG Road, തൃശൂർ. Near Bus Stand, തൃപ്രയാർ. പൊറത്തിശ്ശേരി കല്ലട വേലയാഘോഷത്തിനിടെ ആനയിടഞ്ഞു. പടിഞ്ഞാട്ടുമുറി ദേശത്തിന്റെ ആയേൽ ഗൗരി നന്ദനാണ് ഇടഞ്ഞത്. ഇടഞ്ഞ ആന പിങ്ക് പോലീസിന്റെ കാർ തകർത്തു. തൃശൂർ കുറ്റിപ്പുറം KSTP റോഡ് നിർമ്മാണ പ്രവർത്തികളുടെ പുരോഗതി ജില്ലാ കളക്ടർ വിലയിരുത്തി. ഫെബ്രുവരി 20-നകം നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് KSTP. അരിമ്പൂരിൽ 16-കാരനെ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 4 പേരെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. നാലാംകല്ല് സ്വദേശികളായ ശ്രീഷ്ണവ്, രാജേഷ്, വെളുത്തൂർ സ്വദേശി സ്മിജിൻ, അരിമ്പൂർ സ്വദേശി ശ്രീഹരി എന്നിവരാണ് അറസ്റ്റിലായത്. ഗുരുവായൂർ ദേവസ്വം കീഴടമായ നാരായണംകുളങ്ങര ഭഗവതി ക്ഷേത്രോഫീസിന് സമീപം തീപിടുത്തം. ഓഫീസ് മുറിയുടെ ജനലുകൾ കത്തി നശിച്ചു. അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ടുകൾ സംയുക്ത പരിശോധനയിൽ പിടിയിലായി. എറണാകുളം മുനമ്പം സ്വദേശികളുടെ ബോട്ടുകളാണ് പിടിച്ചെടുത്തത്. മണത്തല ചന്ദനക്കുടം നേർച്ചയ്ക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി. 2 ദിവസങ്ങളിലായി 19ഓളം കാഴ്ചകൾ പള്ളി അങ്കണത്തിൽ എത്തും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.